അപ്പോൾ നമ്മളെ കാലത്ത് സമയം 7:45 കേട്ടോ. അപ്പം മിന്നു ഇതാ എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച കാരണം ഷാനയും ഉറങ്ങി തന്നെയാണ് കേട്ടോ, എഴുന്നേറ്റിട്ടൊന്നുമില്ല. അപ്പോൾ വേഗം കാലത്ത് പോയിട്ട് ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ബീഫൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബീഫൊക്കെ കുക്ക് ചെയ്യുക പറഞ്ഞിട്ടങ്ങനെ നല്ലൊരു മൂഡോട് കൂടിയിട്ട് എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. എന്താവുമോ എന്തോ നോക്കാം. അപ്പോൾ 1 കിലോ ബീഫുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഞാനൊരു പകുതിയില്ല എന്നാൽ അത് കുറച്ച് ഒന്ന് കുറയും. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ഇത് മതി. അപ്പോൾ ഞാനെപ്പോഴും ബീഫ് വാങ്ങുമ്പോൾ അതുപോലെ നമ്മുടെ ലിവറും 1/2 kg, അതേപോലെ ഇറച്ചിയും 1/2 kg, അങ്ങനെ പകുതിയായിട്ടാണ് വാങ്ങാറ്. അപ്പോൾ അവർ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതുപോലെ ഇടയ്ക്കൊരു പീസൊക്കെ ഇങ്ങനെ വലുതുണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആക്കി തരണ തന്നെ നമുക്ക് ഒരു ഹെൽപ്പാണ് കേട്ടോ. കാരണം പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ നമുക്ക് ബീഫ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ നമുക്ക് പോയിട്ട് വാങ്ങിച്ചാൽ മതി. പക്ഷെ മീനിൻ്റെ കാര്യം അങ്ങനെയല്ല, നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ഈ ഏരിയക്കൊക്കെ കൊണ്ടുവരണ കാരണം നമുക്കും കൊടുന്നു തരും. ബീഫ് പിന്നെ വിളിച്ച് പറഞ്ഞ് അവരവിടെ എടുത്ത് വയ്ക്കും, നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യണം. ഇവിടെ നിന്നൊരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് വേഗം കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഞാൻ കൂടുതലും ഷോർട്സ് വീഡിയോ ആണ് ചെയ്യാറ്, അങ്ങനെ ലോങ് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല, എന്നാലും ചെയ്യാറുണ്ട്. അപ്പോൾ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളുണ്ട്, പക്ഷേ ലൈക്ക് കാര്യങ്ങളൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ ലോങ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി വ്ലോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. കാരണം അപ്പോഴാണ് നമുക്ക് വ്ലോഗൊക്കെ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ലോങ് വീഡിയോ ഇടുന്ന എനിക്ക് ഷോർട്സ് വീഡിയോ ഇടുന്ന എനിക്ക് ലോങ് വീഡിയോ ഇടാൻ തന്നെയാണ് താല്പര്യം കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ലൈക്കൊന്നും ആരും അടിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. കാരണം നമുക്ക് തരുന്നൊരു സപ്പോർട്ടാണല്ലോ അത്, വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കൂടി ആവുകയാണല്ലോ. അപ്പം എന്തായാലും എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. എന്തോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്തായാലും മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ നമുക്ക് ലോങ് വീഡിയോ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നത് നിങ്ങളുടെ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾ ലൈക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബീഫൊക്കെ കഴുകിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ആദ്യം കുക്ക് ചെയ്തെടുക്കും. ഇന്ന് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വേവിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/2 ഉപ്പ് ചേർക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ മസാലയൊക്കെ ചേർക്കും. പിന്നെ ഒന്നിച്ച് വേണമെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ആക്കാമല്ലോ. പിന്നെ കുറച്ച് ബീഫ് മസാല കൂടിയിട്ട് ആഡ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിലൊരു ടിപ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ അടുത്തായിട്ടാണ് എനിക്ക് ആ ടിപ്സ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മൾ ബീഫൊക്കെ കുക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തിളച്ച് മേലേക്ക് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് സ്റ്റൗവിൻ്റെ ഭാഗമൊക്കെ ആകെ ഒരുമാതിരി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു സ്പൂണ്, സ്റ്റീലിൻ്റെ ഒരു ചെറിയ സ്പൂണ് ഇതിലോട്ട് ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ മേലേക്ക് തിളച്ച് പൊങ്ങി പോകുമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എനിക്കത് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരും അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പം ഞാനൊരു ബീഫിനൊക്കെ ഒരു 6 വിസിലാണ് കേട്ടോ വരുത്താറ്. അപ്പോൾ ഒരു 4 വിസിൽ ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ബീഫ് മാത്രം ഇട്ടിട്ടും പിന്നെ മസാല ചേർത്തിട്ട് നമ്മൾ ഫൈനൽ 2 വിസിൽ അടുപ്പിച്ചാൽ നമ്മുടെ ബീഫ് ഏകദേശം സെറ്റാവും. പിന്നെ എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നോക്കി ചെയ്യാൻ ഞാൻ അത്ര എന്താ പറയുക, സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി.
അപ്പോൾ ഇത് കുക്കാവുന്ന സമയത്ത് നമുക്ക് വേഗം എന്താ പറയുക ഉള്ളിയും തക്കാളിയൊക്കെ കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം നോക്കുകയാണ് കേട്ടോ. ഈ തക്കാളി നമ്മൾ എത്രയും ചെറുതായി കട്ട് ചെയ്യുന്നോ അത്രയും വേഗം കുക്കായി കിട്ടും കേട്ടോ. കാരണം ഇത്തിരി കുക്കാവാൻ താമസിക്കുന്നത് നമ്മുടെ തക്കാളിയാണ്. അപ്പോൾ ഞാനിപ്പം ചെയ്യാറെന്തോ എങ്ങനെ വെച്ചാൽ ഇതുപോലൊരു ചോപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന്, നല്ല ചെറുതല്ല, ഒരു മീഡിയം സൈസിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടുകയും ചെയ്യും. നമുക്ക് വേഗം അത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ട് പിന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ചോപ്പർ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ബട്ടർഫ്ലൈൻ്റെയാണ്. അപ്പോൾ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഒരുപാടൊന്നും എന്താ പറയുക കട്ടാക്കി എടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇത്രയൊരു സൈസിലൊക്കെയാണ് കട്ടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വഴന്ന് കിട്ടും ചെയ്യും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് കാബേജ്, അതേപോലെ എന്താ പറയുക ബീട്രൂട്ട് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളി, പച്ചമുളക്, അതേപോലെ കറിവേപ്പില, പിന്നെ നമ്മുടെ തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ബീഫ് കുക്കാവുന്നത് വരേക്കും വേഗം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് എന്താ പറയുക പാക്കറ്റ്, അതേപോലെ ബോട്ടിലൊക്കെ കിട്ടുമല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനെ വാങ്ങാറാണ്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എന്നാലും ഞാനിത് ഉണ്ടാക്കേണ്ട മടിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പം ഇതിൽ ഞാൻ മിക്സ് ചെയ്യുന്നത് പറഞ്ഞാൽ ചെറിയ ഉള്ളി, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം ഒരു ഈക്വലായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തൊലിച്ചെടുക്കാനുള്ള മടി കൊണ്ട് എന്തായാലും ഞാൻ ഇത്രത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും, കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ച് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണങ്ങി പോകണ്ട പറഞ്ഞിട്ട് വേഗം എടുത്ത് സെറ്റാക്കിയതാണ്. എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്ര ടേസ്റ്റൊന്നും കിട്ടൂല. എന്നാലും മടിയുള്ള സമയത്ത് ഇതുപോലെ റെഡിമെയ്ഡ് വാങ്ങാറുണ്ട്, വാങ്ങില്ല എന്നൊന്നും പറയണില്ല, അത് ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. ബീഫും നൂൽപുട്ടും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് കേട്ടോ മാവ് മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ നമ്മുടെ കെറ്റിലിൽ വെച്ച കാരണം ചൂടിത്തിരി അധികമായിപ്പോയി, കൈവച്ച് കുഴക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം
ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കട്ടെ. അപ്പോൾ നൂൽപുട്ടിനുള്ള മാവ് ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടധികം കാരണം മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കൈ വെച്ച് കുഴച്ച് മയപ്പെടുത്തി എടുക്കുന്നതിൻ്റെ ഒരു ഇത് വേറെ എങ്ങനെ ചെയ്താലും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി വേഗം റെഡിയാക്കാൻ നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നൂൽപുട്ട് ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഞാനിതുപോലെ എന്താ പറയുക, നമ്മുടെ ഇഡ്ഡലിത്തട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നൂൽപുട്ടിൻ്റെ ഇതൊന്നും നമ്മളെടുത്തില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, ഇതിൽ തന്നെ നൂൽപുട്ട് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതിൽ പറ്റി പിടിക്കാതെ കിട്ടുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം കുക്കായതിന് ശേഷം നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി വീണ്ടും ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബാച്ച് അപ്പോൾ ഇതിൻ്റെ ഒരു തട്ട് കൂടെ ഉണ്ട്. അത് ഞാൻ ഈ എടുത്ത സമയം കൊണ്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 തട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഷാനാൻ്റെ ഡ്രസ്സ് ഞാൻ വേറെ തന്നെ എടുത്ത് കൊണ്ടുപോയിട്ട് അവളൊക്കെ കൊണ്ട് മടക്കി വെപ്പിക്കാറാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫ്രീ ആക്കി വിടുക. അതുപോലുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഈ ഫോണിൻ്റെയും ടി വിൻ്റെയും മുന്നിലിരുന്ന് വെറുതെ സമയം കളയുന്നത് നല്ലതല്ലേ. പിന്നെ നമ്മൾ വീടൊക്കെ അടിച്ചു വാരാൻ പാകത്തിനുള്ള മക്കളൊക്കെ ആണെങ്കിൽ അടിച്ച് വാരാനൊക്കെ കൊടുക്കുക. ചെറുതായി നമ്മളെ കിച്ചണിലൊക്കെ ഹെൽപ്പ് നമ്മളെ ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ പണിയൊക്കെ ഞാൻ ഷാനാക്കി കൊടുക്കാറുണ്ട്. പിന്നെ മിന്നുവിൻ്റെ ഡ്രസ്സ് മടക്കി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അവൾക്ക് പാൻറ്റീസ് ഇട്ട് വയ്ക്കാനും ഒരു ബാസ്ക്കറ്റ്, അതേപോലെ ടീഷർട്ടുകളൊക്കെ ഇട്ട് വയ്ക്കാനൊരു ബാസ്ക്കറ്റ് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് കൊണ്ടേ സെറ്റാക്കി വെച്ചാൽ മതി. പിന്നെ എൻ്റെത് മടക്കാനേ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ കൂടുതലായിട്ടും ഷാനാനെ കൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സുകളൊക്കെ മടക്കി വെപ്പിക്കാറ്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് കറിയും ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേനാകുമ്പോഴേക്കിനും ഒന്നും കൂടെ കുറുകി വരും കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുമ്പോൾ എന്നാലും കട്ടിയുണ്ട് കേട്ടോ, അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ നൂൽപുട്ടും ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നൂൽപുട്ടും ബീഫ് കറിയും പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നൂൽപുട്ട് അതാ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്തേക്ക്. കാലിറക്കിയൊക്കെ ഷാന, കാലിൻ്റെ മേലെ നമ്മൾ കഴിക്കുന്ന സാധനം വെക്കാൻ പാടില്ല. ഒന്നും അറിയില്ലല്ലേ? മദ്രസ എത്രയല്ലേ പഠിക്കണേ? 5ലായില്ലേ? ഇതൊന്നും അറിയില്ല.
ഭക്ഷണ മര്യാദ ഒന്നും അറിയില്ല. കാല് താഴ്ത്തി വെക്ക്. ആ, രണ്ട് കാലും താഴ്ത്തി വെക്ക്. മിന്നോ, ഇന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പല്ല് വെക്കണ്. എന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അല്ലേ? എത്ര സമയം എന്നറിയോ? ഉണ്ടോ, വെയിലൊക്കെ കുതിച്ചിട്ടാണ് ഷാന എഴുന്നേറ്റിക്കുന്നത്. ഇതാ മിന്നുവിന് കൊടുക്കാൻ പീസ് കൊടുത്താൽ മതി. അത് കൊടുക്കണ്ട, ചെറിയൊരു പീസ്. ഓ അതാ അതാ മീമി, അതെ മീമി. മിന്നുവാ, മിന്നുവാ, വേണ്ട ഷാന ചവിട്ടണ്ട. മിന്നുസേതാ മീമിതാ. എന്നാ വേണ്ട, മിന്നുവിന് കൊടുക്കണ്ട കേട്ടോ. അപ്പൊ നമ്മളിന്ന് എന്ത് പഠിച്ചു? ഭക്ഷണ മര്യാദ പഠിച്ചു. ഇനി വേണോ നൂൽപുട്ടിനി വേണോ? സമയം എത്രയെന്ന് അറിയോ? ഇല്ല, 10 മണിക്ക് 3 മിനിറ്റ്. ഷാന എഴുന്നേറ്റ് വന്നിരിക്കും, മദ്രസ ഇല്ലാത്ത കാരണം അല്ലേ? മൈലാഞ്ചി നോക്കട്ടെ. ഈ സമയത്താണ് മദ്രസ വിട്ട് നോക്കട്ടെ. എവിടെ, എങ്ങനെ പിടിക്കും? ഇങ്ങനെ നീളത്തിൽ പിടിക്കും. ഷാന മെഹന്തിയൊക്കെ ഇടാൻ പിടിച്ചു. വാവ്, ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പൊ എൻ്റെ കയ്യിൽ കലാവിരുദ്ധം നടത്താനാണ് നോക്കണത് അല്ലേ? അവനവൻ കഴിച്ച പാത്രം അവനവൻ കഴുകണം എന്നുള്ള കാര്യം അറിയില്ല. അതൊക്കെ അറിയില്ലെങ്കിൽ പഠിക്കണം. ഇനി മറ്റുള്ളവരുടെ പാത്രം കഴുകിയിട്ടില്ലെങ്കിലും സ്വന്തമായിട്ട് കഴിച്ച പാത്രം കഴുകി വെക്കാനുള്ള എന്തുണ്ടാവണം? മര്യാദ. അതെ, അറിയാലേ. ഇനിയിപ്പോൾ കഴുകാൻ വയ്ക്കാന്നുണ്ടെങ്കിൽ വേറെയും പാത്രങ്ങളൊക്കെ കണ്ടാൽ കഴുകി വെക്കാം. അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പണി പഠിക്കുക. എത്രയല്ലേ പഠിക്കണ? സ്കൂളില് മദ്രസയിലൊക്കെ? അതെ. അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ പഠിക്കാനുള്ള പ്രായമായി ഇല്ലേ? ഇനിയിപ്പോൾ ഞങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്യാനുള്ള എന്തുണ്ടാവണം അല്ല, നിങ്ങളെ പ്രാപ്തരാക്കണം. മനസ്സിലായോ? എപ്പോഴും പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിന്ന് വരില്ല. ഇനി സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കണം അല്ലേ? പിന്നെ അതവിടെ വെച്ചോ അതിൻ്റെ ഇപ്പുറത്തും. അതാ മറ്റേ പൈപ്പ് തുറന്നിട്ടുണ്ട്, അതടക്ക്. ആഹാ, അതവിടെ പാത്രം തട്ടി. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഡ്രസ്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. വേറെ ആരുതല്ല, നിൻ്റെ തന്നെയാണ്. റൂമിലേ. അപ്പം അത് മടക്കേണ്ട മര്യാദ കൂടി ഉണ്ട്. എപ്പോഴും ഫോണ് അല്ലെങ്കിൽ TV അതൊക്കെ കണ്ട് നേരം കഴിക്കാതെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. 2 മാസമല്ലേ? ഓക്കെ. ഈ പാമ്പേഴ്സൊക്കെ അതേപോലെ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ബ്രാൻഡ് ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങളെപ്പോഴും പലപ്പോഴും ഇങ്ങനെ ചെറിയ പാക്കറ്റ്, ഇങ്ങനെ 2 പാക്കറ്റ് അങ്ങനെയൊക്കെ വാങ്ങുന്നതിൽ നല്ലതിങ്ങനെ ബൾക്കായിട്ട് വാങ്ങിച്ചു വെക്കുകയാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് ലാഭമില്ല. പിന്നെ കുഞ്ഞു മക്കളാണെങ്കിൽ നമുക്ക് പാമ്പേഴ്സും ഒഴിവാക്കാതിരിക്കാനും പറ്റില്ല. ചില സാഹചര്യങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരും. അപ്പം ഞാനിതാ ഇപ്പോൾ മിന്നുവിന് എക്സലാണ് യൂസ് ചെയ്യുന്നത്. 12 മുതൽ 17 kg വരെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ജനിച്ച അന്ന് മുതലേ നമ്മൾ പാമ്പേഴ്സിൻ്റെ ബ്രാൻഡ് തന്നെയാണ് യൂസ് ആക്കുന്നത്. ഇതുപോലെ നീല ഹാർട്ട് ഷേപ്പ് കേട്ടോ. ഇതിൻ്റെ റെഡ് ഉണ്ട്, അതല്ല, ഇതെന്തോ അലോവേര ഒക്കെ അടങ്ങിയിട്ടുള്ള ആൻറ്റി റാഷ് പാമ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു 56 പാൻറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് ഒരു പീസിന് 24 രൂപ 98 പൈസ വെച്ചിട്ട് 1399 രൂപയാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 56 പാൻറ്റീസിന്. അപ്പോൾ ഞാനിതാ ഇത് 2 എണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ 2 എണ്ണം വാങ്ങിച്ചതിൻ്റെ റേറ്റാണ് ഈ കാണുന്നത്, 44. അപ്പോൾ ഒരെണ്ണത്തിന് 22 രൂപ വെച്ചിട്ട് നമ്മളിതാ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 22 × 56 പറയുമ്പോൾ 1232 രൂപ നമ്മൾ അങ്ങനത്തെ ഒരു പാൻറ്റീസ് വാങ്ങുകയാണെങ്കിൽ 56 വാങ്ങുകയാണെങ്കിൽ ആ ഒരു റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഫ്ലിപ്കാർട്ടിൽ ഓഫറിൽ കിട്ടിയതാണ്. വെറും 722 രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വാങ്ങുന്നതിനെ അപേക്ഷിച്ചിട്ട് നമുക്കിതാ
ഇപ്പോൾ കാണിച്ച് ഇത് കാണാത്ത ഓക്കെ. നമ്മൾ മൈനസ് ചെയ്തത് കാണുന്നില്ല, ഒരു ചെറിയൊരു മങ്ങലുണ്ട് കേട്ടോ. 510 രൂപ നമുക്ക് ഈ ഒരു പാൻറ്റീസ് ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ ലാഭം വരുന്നുണ്ട്. 510 രൂപ നമ്മളെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വാങ്ങുന്നതിനെ അപേക്ഷിച്ചിട്ട് ഇതുപോലെ വാങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മൾ എന്തായാലും 1-2 പീസ് വെച്ചിട്ട് കുട്ടികൾക്ക് കഴിയുമ്പോൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഇതുപോലെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, എപ്പോഴും ഉപയോഗിച്ച് പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ആവശ്യാർത്ഥം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം മിന്നുവിന് ഞാൻ പകൽ തീരെ യൂസ് ആക്കണില്ല, രാത്രി ഇട്ട് കൊടുക്കുകയാണ്. ആ രാത്രിയും അവളിപ്പോൾ യൂറിൻ പാസ് ചെയ്യണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ പാമ്പേഴ്സ് ഞാൻ ഒഴിവാക്കില്ല കേട്ടോ, അടുത്ത തവണ ഇട്ട് കൊടുക്കും. കാരണം ഒരു തരത്തിലും അതിൽ അഴുക്കൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനെ വാങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്രയിലൊക്കെ ആവശ്യം വരും, അതിനായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാമ്പേഴ്സ് കുറച്ച് മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അതാ മിന്നോ വിട്. പാമ്പേഴ്സ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവളിരുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 വയസ്സും 3 മാസവും ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ പറഞ്ഞു വന്നതാണ്, ഇതുപോലെ ചെറിയ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ വെറുതെ പൈസ കളയണ്ട. ഇതുപോലെ ഈ കമ്പനി തന്നെ ആവണമെന്നില്ല, വേറെ പല ബ്രാൻഡുകളുടെ കമ്പനിയിലും ഇതേപോലെ ഓഫറും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇങ്ങനെ 1-2 പീസ് മേടിക്കണേൽക്ക് നല്ലത് ഇതുപോലെ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പം ഇന്നെന്തായാലും രാവിലെ ബീഫ് കറിയൊക്കെ വെച്ചതല്ലേ, അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ കൂടെ എന്തായാലും ഉച്ചക്കത്തേന് നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു വലിയ പണിയൊന്നുമില്ല. എൻ്റെ നെയ്ച്ചോറ് ഒരുവിധം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെയ്ച്ചോറാണ്. ഇതിലധികം സാധനങ്ങളൊന്നും ഇടില്ല കേട്ടോ. നെയ്യ്, പിന്നെ നമ്മളെന്തെങ്കിലും സൺഫ്ലവറോ വെളിച്ചെണ്ണോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിന് ശേഷം പട്ട ഗ്രാമ്പു മാത്രം, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. വേറെ ഒന്നും ചേർക്കുന്നില്ല. മല്ലിയില, പുതിനയില, അങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഉള്ളി, ക്യാരറ്റ് ആഡ് ചെയ്യുക. പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അതും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനൊരു ടേസ്റ്റ് കമ്മിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, അടിപൊളി തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്, അരി ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് 2 വിസിൽ വരുത്തിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ 12 കാലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് പരിപാടിയും കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഏകദേശം തീരുമാനമായി. പിന്നെ പൂച്ച എവിടെ? ഇതാ കിടക്കണോ? മാന്തുട്ടോ നിന്നെ, ഉള്ളിൽ കയറ്. അയ്യയ്യേ ചീച്ചി വെള്ളം. കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അലക്കാനിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ ഇല്ല, എല്ലാം കഴിഞ്ഞിട്ടോ. മറ്റേത് 2-3 തവണയായിട്ടപ്പെട്ടത് ഡ്രസ്സൊക്കെ വീട്ടിലേക്ക് അവിടെ ഇവിടേക്കൊക്കെ പോയി വരലും, പിന്നെ നമ്മുടെ ഒരു നിക്കാഹ് പരിപാടി ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ അതിനിടയിൽ ഒരു മരണം ഉണ്ടായി. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ഒക്കെ ആയിട്ട് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും അലക്കാനുള്ളതൊക്കെ പെൻഡിങ് ആയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ വേഗം അലക്കി. ഇപ്പം നമ്മുടെ തിരുമ്പാനുള്ള ഡ്രസ്സ് ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റ് ഇന്നാണൊന്ന് കാലിയായത്. ഇതൊക്കെ വേഗം വിരിച്ചിടട്ടെ, അപ്പോഴേക്കിനും വൈകുന്നേരത്തിന് ഉണങ്ങും. അത്ര അധികം വരും. അങ്ങനെ ഇതാ നമ്മുടെ നെയ്ച്ചോറൊക്കെ കുക്കറിൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനിയും ഇത് അടച്ചു വെച്ചാൽ ഒരുപാട് കുക്കായി പോവും. ഇതിങ്ങനെ ഇപ്പോൾ ചൂടിലിരിക്കുന്നതുകൊണ്ടാണ് ഇത്തിരി വേവ് കൂടിയ പോലെയൊക്കെ തോന്നുന്നത് കേട്ടോ. ഇതൊന്നിങ്ങനെ ചൂട് പോയാൽ കറക്റ്റായിരിക്കും. വാവ്. അപ്പം ബീഫും നമ്മുടെ നെയ്ച്ചോറും. അപ്പോൾ ഇതാ ഒരു അമ്മ കുക്കറിൽ ചോറും കുഞ്ഞു കുക്കറിൽ ബീഫ് കറിയും. അപ്പോൾ ഇതിങ്ങനെ വേറെ പാത്രത്തിലോട്ട് എടുക്കില്ല, ഇതങ്ങനെ കൊണ്ടുപോയിട്ട് കറി ഒഴിക്കും, ഇതിൽ നിന്ന് ചോറെടുക്കും, അത്രയേ ഉള്ളൂ. പാത്രം നമ്മൾ മാറ്റില്ല കേട്ടോ. നമ്മളൊന്നും കാത്തിരിക്കാൻ നേരമില്ലാഞ്ഞിട്ട്, അതും നെയ്ച്ചോറും ബീഫ് ആയതുകൊണ്ട് മാത്രം അല്ലേ. നോർമൽ റൈസ് ആണെങ്കിൽ ഇത്ര ആവേശം കാണിക്കൂല അല്ലേ. ആ കൈ കയറ്റി വെച്ചാൽ അതിനിപ്പോൾ
ഡ്രസ്സൊക്കെ ആവൂട്ടോ, അല്ല ഡ്രസ്സിൽ ചോറിൽ ഡ്രസ്സാവൂട്ടോ. ഒന്ന് എന്താണ് സമാധാനത്തിൽ ചൂടൊക്കെ ഒന്ന് ആറട്ടെ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഓക്കെ, ഫാനിട്ട് വെച്ചിട്ടുണ്ടല്ലോ പാറും. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വ്ളോഗ് വീഡിയോയുമായി കണ്ടെത്തുന്നതുവരേക്കും, അല്ലെങ്കിൽ ഇത് ഇത്തിരി ലെങ്ത്ത് കൂടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.